وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. وسيق الذين كفروا إلى جهنم زمرا حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها ألم يأتكم رسل منكم يتلو عليكم آيات ربكم وينذرونكم لقاء يومكم هذا قالوا بلى ولكن حقت كلمة العذاب على الكافرين. قيل ادخلوا أبواب جهنم خالدين فيها فبئس مثوى المتكبرين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും കാവലും വാത്സല്യവും സ്നേഹവും സുരക്ഷയുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ സദാ വർഷിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിന്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സുഖത്തിലും ദുഃഖത്തിലും ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഉയർച്ചയിലും വളർച്ചയിലും തകർച്ചയിലും തളർച്ചയിലുമെല്ലാം ഒരുപോലെ പാലിച്ച് അവനെ വഴിപ്പെട്ട് അവന്റെ പ്രീതിയും തൃപ്തിയും ഇഷ്ടവും സ്നേഹവും നേടിയെടുത്ത് ഇഹലോകവാസം വെടിയുന്ന ഭാഗ്യവാന്മാരുടെ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു അവന്റെ അതിരുകളില്ലാത്ത കാരുണ്യം കൊണ്ട് അവന്റെ ഒരിക്കലും അവസാനിക്കാത്ത വാത്സല്യം കൊണ്ട് നമ്മേവരെയും സ്വർഗത്തിലാക്കുമാറാകട്ടെ. ആ സ്വർഗത്തിന്റെ ശാന്തമായ ഉദ്യാനങ്ങളിലും പൂന്തോട്ടങ്ങളിലുമെല്ലാം അവന്റെ ഇഷ്ടത്തിന് പാത്രമായിക്കൊണ്ട് ഒരിക്കലും അവസാനിക്കാത്ത അനുഭൂതിയുടെ, ഒരിക്കലും അവസാനിക്കാത്ത ജീവിത സുഖത്തിന്റെ ആ നാളുകൾ അനുഭവിക്കാൻ അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധങ്ങളായ ഘട്ടങ്ങൾ നിർണയിച്ചിട്ടുണ്ട്. നമ്മളിന്നിവിടെ ഇരിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ചോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം ആകാശത്ത് നിന്ന് പൊട്ടി വീണോ അല്ല. നമ്മുടെ ഈ ജീവിതത്തിന്റെ മുന്നേ കൃത്യമായ ഘട്ടങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. ആലമുൽ അർവാഹിൽ അല്ലാഹുവിന്റെ റുബൂബിയത്തിന് സാക്ഷ്യം വഹിച്ചൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു വസ്തുവിന്റെയോ അറിയപ്പെട്ട എന്തെങ്കിലും ഒന്നിന്റെയോ പേര് പറഞ്ഞ് നമ്മെ വിശദീകരിക്കപ്പെടാൻ കഴിയാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിന ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ. അവിടുന്ന് അങ്ങോട്ട് ഉമ്മയുടെയും ഉപ്പയുടെയും ശരീരത്തിൽ പാതിയായി കഴിഞ്ഞൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു.
ഉമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ സുന്ദരമായ മെത്തയിൽ ആഴ്ചകളോളം കിടന്ന് ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് പോഷകങ്ങൾ സ്വീകരിച്ചൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഈ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ദുനിയാവാകുന്ന പരീക്ഷാ ഹാളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും പറഞ്ഞയച്ചിട്ടുള്ളത്. ഈ ദുനിയാവിനെ കുറിച്ച് അല്ലാഹു പറയുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണവുമാകുന്ന ചക്രത്തെ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുക എന്ന് പരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ്, പരിശോധിക്കുന്നതിനു വേണ്ടിയാണ്. ഈ ഒരു ജീവിതം കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ഓരോ ഘട്ടങ്ങളും ഇതിനേക്കാൾ പ്രയാസം കൂടിയതാണ്, പ്രയാസമേറിയതാണ്. ഈ ജീവിതത്തെക്കുറിച്ച് മഅ്ശറയിൽ വെച്ച് മനുഷ്യന്മാർ ഓർക്കുന്ന ഒരു ഓർമ്മയെ പറ്റി അല്ലാഹു പറയുന്നുണ്ട്. കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹ. അന്ത്യനാളും മഅ്ശറയും ഒക്കെ അവർ കാണുമ്പോൾ അവർ ചിന്തിച്ചു പോകും, ഒരു പ്രഭാതത്തിലോ ഒരു പ്രദോഷത്തിലോ മാത്രമാണ് നമ്മൾ ആ ഭൂമിയിൽ കഴിഞ്ഞുകൂടിയതെന്ന് ആലോചിച്ചു പോകുമാറ് അത്രയും വിശാലമായ, അത്രയും ദീർഘമായ ജീവിതങ്ങളാണ് ഇനി മനുഷ്യന്റെ മുന്നിൽ കടന്നു വരാനിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, രണ്ട് സന്ദർഭങ്ങളിലാണ് മനുഷ്യർക്ക് ഹക്ക് കൃത്യമായി തിരിച്ചറിയുക, അവർ നിരുപാധികം അത് അംഗീകരിക്കുക. മനുഷ്യന്റെ ജീവിതത്തിൽ രണ്ട് സന്ദർഭങ്ങൾ. അതിലൊന്ന് സൂര്യൻ പടിഞ്ഞാറുന്നുദിക്കുമ്പോഴാണ്. സൂര്യൻ പടിഞ്ഞാറുന്നുദിക്കുന്ന അതേ ദിവസം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബയുടെ കിതാബ് അടച്ചു വെക്കും. പിന്നെ എത്ര കരഞ്ഞു പശ്ചാത്തപിച്ചിട്ടും കാര്യമില്ല, തൗബ ചെയ്തിട്ടും കാര്യമില്ല, അല്ലാഹു പൊറുക്കൂല. രണ്ടാമത്തത് മനുഷ്യൻ മരണത്തിന്റെ മലക്കുകളെ കാണുന്ന സമയത്താണ്. ആ സമയത്ത് മനുഷ്യൻ നിരുപാധികം അംഗീകരിക്കും, അള്ളാന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെല്ലാം സത്യമാണ്, ഖുർആൻ പറഞ്ഞതെല്ലാം സത്യമാണ്, ഹദീസ് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് നിരുപാധികം മനുഷ്യന്മാർ അംഗീകരിക്കാൻ തയ്യാറാവും. പക്ഷേ ആ അംഗീകാരം കൊണ്ടോ വിശ്വാസം കൊണ്ടോ ലാ യൻഫഉ നഫ്സുൻ ഈമാനുഹ, ഒരു ആൾക്കും അയാളുടെ വിശ്വാസം ഉപകരിക്കാത്ത രീതിയിലേക്ക് സംഗതികൾ എത്തിച്ചേർന്നിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവർ, ഇവിടെ ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ നിങ്ങൾ? ലോകത്തെല്ലാ മനുഷ്യരും മരിക്കുമ്പോ അള്ളാഹുവിന്റെ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു മലക്കുകളെ കാണുക തന്നെ ചെയ്യും. ഒന്നുകിൽ റഹ്മത്തിന്റെ മലക്കുകളായിരിക്കും, അല്ലെങ്കിൽ അദാബിന്റെ മലക്കുകളായിരിക്കും. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മരണത്തിന്റെ എത്രയോ മുന്നേ ആരോഗ്യ ദൃഢഗാത്രനായിരിക്കുമ്പോ, മരണത്തിന്റെ ഒരു അടയാളങ്ങളും ജീവിതത്തിൽ ഇല്ലാതിരിക്കുമ്പോ തന്നെ ആ അദാബിന്റെ മലക്കുകളെ കുറിച്ചും റഹ്മത്തിന്റെ മലക്കുകളെ കുറിച്ചും കൃത്യമായി വിശ്വസിച്ചവനാണ് മുഅ്മിൻ. അത് വരാനിരിക്കുന്ന യാഥാർത്ഥ്യമാണ് എന്ന് കൃത്യമായി അംഗീകരിച്ചവനാണ് മുസ്ലിം. അവന്റെ മുന്നിൽ പരിശുദ്ധ ഖുർആനിന്റെ വാക്കുകളും അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളും അല്ലാണ്ട് വേറൊന്നുമില്ല. ഏതെങ്കിലും ഒരാൾ മരിക്കുമ്പോ ആ മരിക്കുന്ന മനുഷ്യന്റെ മുന്നിലേക്ക് അദാബിന്റെയോ റഹ്മത്തിന്റെയോ മലക്കുകൾ കടന്നു വരുന്നത് അയാൾ കണ്ടിട്ടില്ല, ആ മലക്കുകളുടെ ശബ്ദം അയാൾ കേട്ടിട്ടില്ല. പക്ഷെ അയാൾ വിശ്വസിക്കുന്നു. കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹുവിന്റെ വെറുപ്പ് നേടിയെടുത്ത മനുഷ്യന്റെ മുന്നിലേക്ക് അദാബിന്റെ മലക്കുകൾ വരിക തന്നെ ചെയ്യുമെന്ന് അയാൾ വിശ്വസിക്കുന്നു. കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തി നേടിയെടുത്ത മനുഷ്യരുടെ മുന്നിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരിക തന്നെ ചെയ്യുമെന്ന് അയാൾ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു നരകവാസി നരകത്തിലേക്ക് കടക്കുമ്പോ ആ നരകവാസി താൻ നരകവാസിയാണ്, തന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ അതൃപ്തിയും വെറുപ്പുമാണ് നേടിയെടുത്തിട്ടുള്ളത് എന്ന് നരകത്തിലേക്ക് അവൻ കടക്കുന്നതിന്റെയും എത്രയോ മുന്നേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജൂ അൻഫുസകും اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق
وكنتم عن آياته تستكبرون ولو ترى അല്ലാഹുവിന്റെ പ്രവാചകരെ എന്ന് കാണുകയാണെങ്കിൽ ഇദ്ദാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് ദാലിമുകളായ മനുഷ്യർ, അക്രമികളായ മനുഷ്യർ അവർ മരണപ്രാളത്തിന്റെ സമയത്ത് കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കേൾവികളും എന്ന് കാണുകയാണെങ്കിൽ വൽമലായികതു ബാസിതു ഐദീഹിം മലക്കുകൾ അതാ മനുഷ്യന്റെ ചുറ്റിലും നിന്നുകൊണ്ട് അവരുടെ കൈകൾ നീട്ടുകയാണ്. അഖ്രിജൂ അൻഫുസകും നിങ്ങളുടെ വൃത്തികെട്ട ആത്മാക്കൾ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ ഹീനമായ ശിക്ഷയുടെ ദിവസമാണ് ഇന്നത്തേത്. ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ ഇല്ലാത്തത് പറഞ്ഞത് കാരണം, കളവ് പറഞ്ഞത് കാരണം. വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തെ തൊട്ട് നിങ്ങൾ കിബ്ർ നടിച്ചത് കാരണം, അഹങ്കാരം നടിച്ചത് കാരണം ഹീനമായ ശിക്ഷയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ ഹദീസിലൂടെ ഒരു കാഫിറിന്റെ മരണം എങ്ങനെയാണ്, ഒരു ദാലിമിന്റെ മരണം എങ്ങനെയാണ്, ഒരു മുനാഫിഖിന്റെ മരണം എങ്ങനെയാണ്, ഒരു വൃത്തികെട്ട മനുഷ്യന്റെ മരണം എങ്ങനെയാണെന്ന് കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ അദാബിന്റെ മലക്കുകൾ, കറുത്ത മുഖമുള്ള കറുത്തിരിട്ട ഭീകരരൂപികളായ അദാബിന്റെ മലക്കുകൾ ഈ മനുഷ്യന്റെ സന്നിധിയിലേക്ക് വന്നുകൊണ്ട്, ഈ മനുഷ്യന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് വന്നാസിആതി ഗർഖാ മുഴുകി പ്രവേശിച്ച് ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അതിർത്തിയിലെ ഒരു ആത്മാവും സ്വമേധയായി മലക്കുകളുടെ കൂടെ പോകാൻ തയ്യാറാവുകയില്ല, ആ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറാവുകയില്ല. എന്നാൽ ഈ മലക്കുകൾക്ക് അല്ലാഹു കൊടുത്ത കഴിവെന്താണെന്നറിയുമോ? ആ ശരീരത്തിന്റെ അകത്തേക്ക് മുഴുകി പ്രവേശിക്കാനോ അതിന്റെ അകത്ത് ഒളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, പതുങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ വൃത്തികെട്ട നഫ്സിനെ, റൂഹിനെ, ആത്മാവിനെ ആ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചൂറിയെടുക്കാനുമുള്ള കഴിവ് ഈ മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. എന്നിട്ടൊരു യാത്രയുണ്ട് പ്രിയപ്പെട്ടവരെ, ആകാശത്തേക്കൊരു യാത്ര നടത്താനുണ്ട്. ആ യാത്രക്കിടയിൽ ഈ മനുഷ്യന്റെ ആത്മാവിൽ നിന്ന് വൃത്തിഹീനമായ ലോകത്തെ ഏറ്റവും വലിയ ശവം മാറുന്നത് പോലെയുള്ള ദുർഗന്ധം വമിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദുർഗന്ധം അനുഭവിക്കുന്ന വാനലോകത്തെ മലമുകൾ മുഴുവൻ ചോദിക്കുകയാണ്, ആരാണിത്, ഏത് മനുഷ്യനാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഈ റൂഹിനെ കൊണ്ടുപോകുന്ന മലമുകൾ ആ മനുഷ്യനെ ദുനിയാവിൽ വിളിച്ചു, അവൻ ഏറ്റവും പൊറുതിരുന്ന, അവൻ ഏറ്റവും ഇഷ്ടമല്ലാതെ പേരുണ്ടല്ലോ, ആ പേരിലൂടെ ആത്മാവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ആകാശലോകത്തെ ഒന്നാമത്തെ ആകാശത്തിലേക്ക് പ്രവേശിക്കാനുമതി ചോദിക്കുമ്പോൾ അല്ലാഹു പറയുകയാണ്, ഈ മനുഷ്യരിലേക്ക് പവിത്രമായ ആകാശത്തിന്റെ വാതിലുകൾ ഒരിക്കലും തുറക്കപ്പെടുകയില്ല, അവരൊരിക്കലും സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ഒരു സൂചിയുടെ തുളയിലൂടെ ഒട്ടകം കടന്നു പോകുന്നത് എത്രമാത്രം അസംഭവ്യമാണോ അത്രമാത്രം അസംഭവ്യമാണ് അല്ലാഹുവിന്റെ മലകൾ മാത്രമുള്ള, അല്ലാഹുവിന്റെ പ്രവാചകന്മാരുള്ള സുഹദാക്കൾക്ക് സ്ഥാനം നൽകിയിട്ടുള്ള വാനലോകത്തേക്ക് വൃത്തികെട്ട ആത്മാവ് പ്രവേശിക്കുകയായത് അത്രമാത്രം അസംഭവ്യമാണ്. പ്രിയപ്പെട്ടവരെ, ആകാശത്ത് വെച്ച് മലക്കുകൾ മനുഷ്യന്റെ റൂഹിനെ ഭൂമിയിലേക്ക് വലിച്ചെറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അങ്ങോട്ട് ഖിയാമത്ത് വരെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത്തെ തവണ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ഇടവേളക്കാണ് ഖുർആൻ ബർസഖ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ബർസഖിൽ എന്തെല്ലാം ശിക്ഷകൾ ഈ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷട്ടെ. എല്ലാ നമസ്കാരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാവൽ തേടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി
വസല്ലം പഠിപ്പിച്ച അല്ലാഹു ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ശിദ്ദത്തിൽ മസീഹ് ദജ്ജാൽ. ശിക്ഷകളുടെ കൂട്ടത്തിൽ തശഹുദിൽ നമ്മൾ ആദ്യമായി ആവർത്തിക്കുന്നത് ഖബർ ശിക്ഷയാണ്. മനുഷ്യനെ ആദ്യമായി മാറ്റിയിരിക്കുന്നത് ഖബർ ശിക്ഷയാണ്. പ്രിയപ്പെട്ട മഹാന്മാരായ സ്വഹാബികളിൽ പലരും ഖബർ കാണുമ്പോൾ അവരുടെ കണ്ണിൽ ഇങ്ങനെ നിറഞ്ഞ ധാരാധാരയായി ഒഴുകിയത് ഈ ഒരു വാസ്തവം പണ്ടൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടുണ്ട്, ഖബർ കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടുതി കരയേണ്ടതാ, മേടക്ക് പകരം മാടടാ സുബ്ഹാനനാ, റബ്ബിയദിൽ ഇടേണ്ടതാണ് സമാനനാ. കേട്ടാൽ തന്നെ കണ്ണുകൾ നിറയണം, നമ്മുടെ ഉള്ളം വീടെടുക്കുമ്പോ ആ വീടിന്റെ ഓരോ മൂലയും അതിന്റെ ഓരോ കാര്യവും ചെയ്യാം. ഒരു 40 വർഷം ജീവിക്കാൻ പറ്റിയ. പക്ഷെ പ്രിയപ്പെട്ടവരാലോചിച്ചു, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തിരിച്ചു നൽകി കൽപ്പന കൊടുത്ത് രണ്ടാമത്തെ തവണ സൂറ ഊതുന്നതുവരെ സഹോദരന്മാരില്ലാത്ത നാട്ടുകാരോ ആ ഖബറിൽ ഓരോ മനുഷ്യനെയും അദാബ് തടയുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പറയുന്നു, കർമ്മങ്ങൾ കൊണ്ട് കൃത്യമായി കർമ്മങ്ങൾ ജീവിതത്തിൽ സമ്പന്നമായ ഒരു മനുഷ്യന്റെ ചുറ്റിലും ഖബറിലെ അദാബിന്റെ രക്ഷാകവചം പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ആ ഖബർ ജീവിതം അങ്ങേയറ്റം ഭയാനകമാണ്. ആ ഖബർ ജീവിതം പേടിപ്പെടുത്തുന്നതാണ്. ആ ഖബറിലെ അദാബ് ഭയാനകമാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായിയായിരുന്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറയാറുള്ളത്, പിന്നെ അദ്ദേഹം മരിച്ചപ്പോൾ 3 സംഭവങ്ങൾ. അതിലൊന്നാമത്തത് അദ്ദേഹത്തിന്റെ റൂഹിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ആകാശലോകത്ത് നിന്ന് 70,000 മലക്കുകൾ വന്നതാണ്. സഅദ് ബിൻ മുആദ് അദ്ദേഹത്തിന്റെ മരണമുണ്ടായപ്പോ 70,000 മലക്കുകൾ അദ്ദേഹത്തിന്റെ ജസദ് ചുമക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ റൂഹിനെ സ്വീകരിക്കാൻ ആകാശലോകത്തിന്റെ വാതിലുകൾ മുഴുവൻ തുറക്കപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ഖബറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ റൂഹിനെ സ്വീകരിക്കാൻ ആകാശത്തിന്റെ വാതിലുകൾ മുഴുവൻ അല്ലാഹു പറഞ്ഞു. ആ മനുഷ്യന്റെ മരണം അല്ലാഹുവിന്റെ റഹ്മാനായ റബ്ബിന്റെ അർശ് ഉറച്ചു. ഇതൊക്കെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും ഖബറിന്റെ ഇടുക്കത്തിൽ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് രക്ഷപ്പെടുമായിരുന്നു, സഅദ് രക്ഷപ്പെടുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅദിന് രക്ഷയില്ല. സഅദിന്റെ മയ്യിത്ത് പോലും ഖബറിൽ ഇരിക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഖബറിലെ ജീവിതം പ്രിയപ്പെട്ടവരെ നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ കൊണ്ട് നിൽക്കുന്നതാണ്. ആ ഖബറിൽ എഴുന്നേൽക്കുന്ന ഒരു കാഫിറിനെ കുറിച്ചാണ്, അല്ലാഹുവിന്റെ ഉറപ്പ് സമ്പാദിച്ച കാഫിറിനെ കുറിച്ചാണ് ആ ഖബറിൽ എഴുന്നേൽക്കുന്നത്. അതിനേക്കാൾ ഭയാനകമായ മറ്റൊരു ലോകത്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നു. സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുകയാണ്, ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ ദൂതക്കാരൻ ഖബറിൽ അടക്കപ്പെട്ട സകലരും എഴുന്നേറ്റ് അല്ലാഹുവിന്റെ വിളിയാളത്തിന് ഉത്തരം നൽകി കൂട്ടം സഞ്ചരിക്കുമ്പോൾ ഈ മനുഷ്യർ പറയുകയാണ്, ഖാലിയാ ബൈനനാ മൻ ബഅദനാ മിൻ മർമദിനാ ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഞങ്ങളുടെ നാശമേ, ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്? ഞങ്ങളുടെ നിർമ്മാണങ്ങളിൽ നിന്ന് കാരുണ്യവാനായ അല്ലാഹുവിന്റെ വാഗ്ദാനത്തിന്റെ പുലർച്ചയാണ്. പ്രവാചകന്മാർ പറഞ്ഞത് സത്യമായി പുലർന്നിരിക്കുന്നു.
അവരെങ്ങനെ വേവലാതിപ്പെട്ട് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹശ്റിന്റെ മൈതാനിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ കടന്നു പോകാൻ അവിടെ ഹിസാബ് നേരിടേണ്ടതുണ്ട്, മീസാൻ നേരിടേണ്ടതുണ്ട്, കിതാബ് നേരിടേണ്ടതുണ്ട്. കുല്ലു ഇൻസാനിൻ അൽസംനാഹു طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا اقرأ كتابك كفى بنفسك اليوم عليك حسيبا. ഓരോ മനുഷ്യന്റെയും ശകുനങ്ങളുടെയാണ്, പെരടിയിലാണ്. ശകുനങ്ങളുടെ ഏതെങ്കിലും തൊടുതൊടുലായാലും കുഴപ്പമില്ല, ശകുനങ്ങളുടെ ഏതെങ്കിലും ദിവസത്തിലല്ല, ശകുനങ്ങളുടെ ഏതെങ്കിലും മാസത്തിലല്ല. ഓരോ മനുഷ്യന്റെയും ശകുനം അല്ലാഹു സുബ്ഹാനഹു വ തആല ധരിപ്പിച്ചിരിക്കുന്നവന്റെ പെരടിയിൽ തന്നെയാണ്. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. അല്ലാഹു പുറത്തേക്ക് എടുക്കുകയാണ്. അവന്റെ രഹസ്യങ്ങൾ, അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ അടക്കിപ്പറച്ചിലുകൾ എല്ലാം അവന്റെ ജീവിതത്തിലെ കർമ്മരേഖ ആ പെരടിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. തുറക്കപ്പെട്ട കിതാബിന്റെ രൂപത്തിൽ ഇതാണ് കിതാബ്, ഇതാണ് ഗ്രന്ഥം. നീ തന്നെ നിന്നെ വിചാരണ ചെയ്യാൻ പ്രാപ്തനാണ്, നീ തന്നെ വിധി നിർണ്ണയിക്കാൻ പ്രാപ്തനാണ്. ഒരു കോടതിയുടെ ആവശ്യമില്ല, വിസ്തരിക്കാൻ ഒരു വക്കീലിന്റെ ആവശ്യമില്ല, വിധി നിർണ്ണയിക്കാൻ ഒരു ന്യായാധിപന്റെ ആവശ്യമില്ല. നിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഈ കിതാബിനോട് സംസാരിക്കുന്നതാണ്. ഈ കിതാബിലെ ഓരോ ഏടുകളോട് സംസാരിക്കുന്നതാണ്. ഈ കിതാബിലെ ഓരോ വാക്കുകളോട് സംസാരിക്കുന്നതാണ്. ഗ്രന്ഥം വെക്കപ്പെടുകയാണ്. കുറ്റവാളികളായ ആളുകൾ ആ കിതാബിന്റെ മറുപടിയിട്ടവർ പറയുകയാണ്, എന്തൊരു ദുരന്തമാണിത്. ചെറുതാകട്ടെ ഒന്നും ഇത് വിട്ടുകളഞ്ഞിട്ടില്ല, ഒന്നും തന്നെ ഇത് വിട്ടുകളഞ്ഞിട്ടില്ല. അവര് പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ ലൈവായിട്ട് കാണുകയാണ്, കൃത്യമായിട്ട് കാണുകയാണ്. നിന്റെ രക്ഷിതാവ് ഒരാളോടും അന്യായം കാണിക്കുകയില്ല, ഒരാളോടും അക്രമം കാണിക്കുകയില്ല. ഒരു മുസ്ലിം അത് പറഞ്ഞിരിക്കും, ഒരു കുറ്റവാളി അത് പറഞ്ഞിരിക്കും. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബത്തിന് 6-ാം നൂറ്റാണ്ടിൽ ഓതിക്കൊടുത്തപ്പോ അവരെ പറയോ, ഞങ്ങൾ കേട്ടു, വിശ്വസിച്ചു, ഞങ്ങൾ അനുസരിച്ചു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയോ ആയത്തുകളുണ്ട്. ഇതെല്ലാം തെളിയിച്ചു തരുന്ന എത്രയോ നമുക്ക് തിരിച്ചറിയാം. നാട്ടിലെ ക്യാമറകളാണെങ്കിലും ഇവിടെയുള്ള സെക്യൂരിറ്റി സിസ്റ്റങ്ങളാണെങ്കിലും എല്ലാം എവിടെ വെച്ചാണ് നടത്തിയതെന്നും ഏതാണ് സമയമെന്നും ഏതാണ് സിഗ്നലെന്നും അതിന്റെ ഗ്രാവിറ്റി നമ്മുടെ സംവിധാനം സാധിക്കുന്നുണ്ടെങ്കിൽ ആ സംവിധാനം എത്രമാത്രം ഒന്നും പോകില്ല, ഒന്നും പോകില്ല. ചിരിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, രണ്ട് രീതിയിലുള്ള പ്രതികരണങ്ങൾ إني ظننت أني ملاق حسابي.
നോക്കണേ, ഇന്നി ദനന്തു അന്നി മുലാഖിൻ ഹിസാബി, എന്റെ വ്യക്തി ജീവിതത്തിൽ, എന്റെ കച്ചവട ജീവിതത്തിൽ, എന്റെ വ്യവഹാരങ്ങളിൽ, എന്റെ സാമ്പത്തിക ഇടപാടുകളിൽ, എന്റെ ജീവിതത്തിന്റെ രഹസ്യത്തിലും പരസ്യത്തിലുമെല്ലാം ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടായിരുന്നു, ചിന്തയുണ്ടായിരുന്നു. ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്നുള്ള ചിന്ത എന്റെ കണ്ണിനെ നിയന്ത്രിച്ചിരുന്നു, എന്റെ കാതിനെ നിയന്ത്രിച്ചിരുന്നു, എന്റെ സാമ്പത്തിക രംഗങ്ങൾ നിയന്ത്രിച്ചിരുന്നു. ഇന്നി ദനന്തു അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശത്തിർ റാദിയ, സംതൃപ്തമായ ജീവിതത്തിലേക്കായിരിക്കും അവൻ പോകുക. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഫമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനീ ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ. ഇടത്തെ കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെട്ട മനുഷ്യൻ അവനതാ പറയുകയാണ്, യാ ലൈതനീ ലം ഊത കിതാബിയ, ഈ ഗ്രന്ഥം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. വലം അദ്രി മാ ഹിസാബിയ, തിരിച്ചറിഞ്ഞില്ലല്ലോ റബ്ബേ, ഈ ദിവസത്തെക്കുറിച്ചുള്ള ഓർമ്മ എനിക്കുണ്ടായിരുന്നില്ലല്ലോ റബ്ബേ. വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, മരണത്തോടെ എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മാ അഗ്നാ അന്നീ മാലിയ, എന്നെന്നും എനിക്ക് ഉപകരിക്കുമെന്ന് ഞാൻ വ്യാമോഹിച്ച എന്റെ സമ്പത്ത് എവിടെയാണ്. ഹലക അന്നീ സുൽത്താനിയ, എന്റെ അധികാരവും സ്വാധീനവും എന്നിൽ നിന്ന് നീങ്ങിപ്പോയിരിക്കുന്നു. ഖുദൂഹു ഫഗുല്ലൂ തുമ്മൽ ജഹീമ സ്വല്ലൂ തുമ്മ ഫീ സിൽസിലത്തി ദറൂഹാ 70 ദിറാഅൻ ഫസ്ലുകൂ, അവനെ പിടിക്കുക, ആമം വെക്കുക, കത്തിയാളുന്ന നരകത്തിലേക്ക് അവനെ വലിച്ചേക്കുക, 70 മുഴം വരുന്ന ചങ്ങല കൊണ്ട് അവനെ ബന്ധിക്കുക. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം, മഹാനായ മഹോന്നതനായ റബ്ബിനെ കുറിച്ച്, അല്ലാഹുവിനെ കുറിച്ച് വിശ്വസിച്ചവനായിരുന്നില്ലവൻ. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, അവൻ വിശ്വാസിയായിരുന്നില്ല എന്ന് മാത്രമല്ല, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, അന്യന്റെ വേദനയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള പരിഗണനയും അവനുണ്ടായിരുന്നില്ല. ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം, അതുകൊണ്ട് ഇന്നവൻ പരിഗണിക്കപ്പെടുകയില്ല. അവന് വേണ്ടി കരയുന്ന കണ്ണുകൾ ഇന്നില്ല, അവനെ ആരായുന്ന നാവുകൾ ഇന്നില്ല, അവന് വേണ്ടി സംസാരിക്കുന്ന ഒരാളും അവന് വേണ്ടി വേദനിക്കുന്ന ഒരാളും ഇന്നില്ല. ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം വലാ തുആമുൻ ഇല്ലാ മിൻ ഗസ്ലീൻ ലാ യഅകുലുഹു ഇല്ലൽ ഖാതിഊൻ, ഗസ്ലീനിൽ നിന്നല്ലാതെ അവൻ ഭക്ഷണം കഴിക്കൂല, അങ്ങേയറ്റത്തെ ഭാഗ്യം കെട്ടവരല്ലാതെ ആ ഗസ്ലീനിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ആ മാശറയിൽ അവിടുത്തെ ഏറ്റവും വേദനയുള്ള രംഗം എന്താ അറിയാം നിങ്ങൾ? മനുഷ്യകുലം മുഴുവൻ 3 വിഭജിക്കപ്പെടാൻ, 3 വിഭാഗം. അവിടെ ഒരുപാട് സംഘടനകളും ഒരുപാട് മതങ്ങളും ജാതികളൊന്നുമില്ല, 3 വിഭാഗം. അതിലൊരു വിഭാഗം സ്വർഗത്തിലേക്ക് പോകും, ഒരു വിഭാഗം നരകത്തിലേക്ക് പോകും, ഒരു വിഭാഗത്തെ അള്ളാഹുവിന്റെ തീരുമാനത്തിന് കാത്തിരുന്നുകൊണ്ട് ആറാഫിലേക്കും പോകും. ഈ 3 വിഭാഗം മാത്രമാണ് മഹ്ശറയിൽ നിന്ന് വേർതിരിയുക. പ്രിയപ്പെട്ടവരെ, നരകത്തിലേക്ക് കൊണ്ടുപോകപ്പെടുന്ന മനുഷ്യരുടെ രൂപത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നാബുൽ കാഫിർ, ഒരു കാഫിറിന്റെ പല്ലെന്ന് പറയുന്നത്, ഒരു സത്യനിഷേധിയുടെ പല്ലെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മിസ്ല ഉഹുദ്, ഉഹുദ് മലയോളം വലുപ്പം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് നമ്മോട്. പ്രിയപ്പെട്ടവർ, അവന്റെ തൊലിയുടെ കട്ടി, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മസീറത്തു സലാസ്, 3 ദിവസത്തെ വഴിദൂരമാണ് അവന്റെ തൊലിയുടെ കട്ടി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ഹദീസുകളൊക്കെ പല സന്ദർഭങ്ങളിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നാണെങ്കിലും ഈ ഹദീസൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അത് കൃത്യമായി പരസ്പരം കണക്ഷൻ ഉള്ളതാണെന്നുള്ള വിഷയം നമ്മളെ അത്ഭുതപ്പെടുത്തും. ഭയങ്കര അത്ഭുതമാണത്. കാരണം ഇത് മുഴുവൻ വരുന്നത് ഒരൊറ്റ സ്രോതസ് എന്നാണ്. അള്ളാഹു നൽകുന്ന വഹീ മുഖേനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ട് പ്രവാചകന്റെ ഓരോ വാക്കുകളും ഇന്റർ കണക്റ്റഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുള്ളതാണ്. നരകത്തിലെ തീയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതികഠിനമാണ് നരകത്തിലെ അഗ്നി എന്നാണ്, അതികഠിനമാണ് നരകത്തിലെ ചൂട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ ചൂടിലേക്ക് ഇത്തിരി പോകുന്നൊരു മനുഷ്യനിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? പാറ്റ കരിയുന്നത് പോലെ കരിയും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അങ്ങനെ കരിഞ്ഞു തീരാനല്ല നിങ്ങളെ നരകത്തിലേക്ക് എറിയുന്നത്, ആ രീതിയിൽ എരിഞ്ഞൊടുങ്ങാനല്ല നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്.
അള്ളാഹു പറഞ്ഞ എന്താണ്? സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. അവിടെ നിങ്ങൾക്ക് ജീവിതവുമില്ല മരണവുമില്ല. മരിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകവാസികളെ മാറ്റും. മരിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക്. എന്താണ് ആ രൂപം? ഉഹുദ് മലയുടെ വലുപ്പമുള്ള പല്ല്. ആ പ്രൊപ്പോഷനിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പല്ല് ഉഹുദ് മലയുടെ വലുപ്പമുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ശരീരം എത്രമാത്രം വലുതായിരിക്കും. അതും റസൂൽ പറയുന്നുണ്ട്, ഒരു നരകവാസിയുടെ വലത്തെ തോളിൽ നിന്ന് ഇടത്തെ തോളിലേക്കുള്ള സഞ്ചാര ദൈർഘ്യം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരകന്റെ 3 ദിവസത്തെ വഴിദൂരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമ്മൾ ആ പ്രൊപ്പോഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ അത്ഭുതപ്പെടും നമ്മൾ. ഉഹുദ് മലയുടെ ഏകദേശ ദൂരം എന്ന് പറയുന്നത് 7 കിലോമീറ്ററാണ്. ഒരു അന്നത്തെ കാലത്താണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ ഏകദേശം ഇത്ര 24x3 മണിക്കൂറുകൾ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുമെന്ന് കണക്ക് കൂട്ടിയാൽ ആ പ്രൊപ്പോർഷൻ വളരെ കൃത്യമായി കാണാൻ കഴിയും. ഇത് രണ്ടും ഒരേ ഹദീസല്ല, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസാണ്. ഹക്കാണിത്, ഹക്കാണ്, സംഭവിക്കാൻ പോകുന്നതാണ്. ആ നരകത്തിലേക്ക് ആ രീതിയിലാണ് മനുഷ്യന്മാരെ, ഈ പറയുന്ന നരകവാസികളെ കൊണ്ടുപോകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലുള്ള ആ പാരസ്പര്യം തന്നെ മതി പ്രിയപ്പെട്ടവരെ അതിന് ആയത്തായി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകവാസികൾ നരകത്തിലേക്ക് പോകുന്ന രംഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് സുമറിൽ വിവരിച്ചിട്ട് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ. സത്യനിഷേധികളായ ആളുകൾ നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി പോകുമ്പോ ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ, 7 വാതിലുകളാണ് നരകത്തിനുള്ളത്. ആ 7 വാതിലുകളും മലർക്കെ തുറക്കപ്പെടുമ്പോൾ വഖാല ലഹും ഖസനതുഹാ, അതിന്റെ കാവൽക്കാർ ചോദിക്കുകയാണ്, അലം യഅതികും റുസുലും മിൻകും, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പ്രവാചകന്മാർ വന്നിട്ടില്ലേ? യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ ആയത്തുകൾ ഓതിത്തരുന്ന പ്രവാചകന്മാർ നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കടന്നു വന്നിട്ടില്ലേ? വയുൻദിറൂനക്കും ലിഖാഅ യൗമിക്കും ഹാദാ, ഈ ദിവസത്തെ നിങ്ങൾ കണ്ടുമുട്ടുമെന്ന മുന്നറിയിപ്പ് നിങ്ങൾക്ക് നൽകുന്ന പ്രവാചകന്മാർ നിങ്ങൾക്ക് കടന്നു വന്നിട്ടില്ലേ? ആ മനുഷ്യന്മാർ മറുപടി പറയാണ്, ഖാലൂ ബലാ, വന്നിരുന്നു, തീർച്ചയായും വന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് തന്നെ വിശദീകരിക്കുന്നുണ്ട്. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. ഓരോ വിഭാഗവും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ആ നരകത്തിന്റെ കാവൽ മാലാഖമാർ അവരോട് ചോദിക്കുകയാണ്, കാവൽ മലക്കുകൾ അവരോട് ചോദിക്കുകയാണ്, അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലേ? ഖാലൂ ബലാ ഖദ് ജാഅ نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. അവർക്കെല്ലാം ഒറ്റ മറുപടി ഉണ്ടാവുള്ളൂ, ബലാ ഖദ് ജാഅന നദീർ, വന്നിട്ടുണ്ട്. പലപ്പോഴായി നരകത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, പലപ്പോഴായി ഇവിടെയുള്ള ശിക്ഷയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഫകദ്ദബന, ഞങ്ങൾ അതൊക്കെ നിഷേധിച്ചു കളഞ്ഞു. വഖുൽന, നമ്മൾ പറയുകയും ചെയ്തു, മാ നസ്സലല്ലാഹു മിൻ ഷൈ, എന്ത് അല്ലാഹ്, എന്ത് വഹ്യ്, എന്ത് നരകം, എന്ത് സ്വർഗം, എന്ത് പരലോകം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്നന്തും ഇല്ലാ ഫീ ളലാലിൻ കബീർ, നിങ്ങളൊക്കെ വലിയ വഴികേടിലാണോ? വെറുതെ ജീവിതം നശിപ്പിക്കുക. നിങ്ങൾ ആസ്വദിക്കേണ്ട ഈ ഒരൊറ്റ ജീവിതം സ്വർഗത്തിന്റെയും നരകത്തിന്റെയും പേര് പറഞ്ഞിട്ട് നിങ്ങൾ നശിപ്പിക്കുകയാണ്. ഇതായിരുന്നു ഞങ്ങളുടെ മറുപടി, ഇതായിരുന്നു ഞങ്ങൾ പറഞ്ഞ മറുപടി. ഫഅതറഫൂ ബിദംബിഹിം ഫസുഹ്ഖൻ ലിഅസ്ഹാബി സഈർ, അവരവരുടെ കുറ്റം തിരിച്ചറിയുകയാണ്, അവരവരുടെ പാപം തിരിച്ചറിയുകയാണ്. സഈറിന്റെ ആളുകൾക്ക് വിദൂരമേത് പ്രതീക്ഷയുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ ഉണ്ടാകുന്ന നരകത്തിലെ തീയിനേക്കാൾ വലുത് ഹൃദയത്തിൽ തോന്നുന്ന അങ്ങേയറ്റത്തെ ഖേദവും നിരാശയുമാണ്. കാരണം ഇനി ഒരു തിരിച്ചുവരവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിന്റെ വാതിൽ അവരിൽ നിന്ന് അടച്ചു കളഞ്ഞു. നിങ്ങൾ നോക്ക്, ഇപ്പൊ മരിവസ്കരിക്കുമ്പോൾ പോലും നമ്മൾ ഓതിയ ആയത്താണ് അർ-റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയും. എന്താണ് പരമകാരുണികൻ? പരമത്തിനോടും കരുണ കാണിക്കുന്നവൻ. അള്ളാനെ തെറിവിളിക്കുന്നവനും പടച്ചോൻ വെള്ളം കൊടുക്കും, അള്ളാനെ നിഷേധിക്കുന്നവനും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് കൊടുക്കും? ഭക്ഷണം കൊടുക്കും, എല്ലാ ആരോഗ്യം കൊടുക്കും, കുടുംബം കൊടുക്കും, വസ്ത്രം കൊടുക്കും, എല്ലാം കൊടുക്കും. അർ റഹീം, കരുണാനിധിയാണ്, കരുണനിധിയായി സൂക്ഷിക്കുന്നവനാണ്. ആ കരുണ എല്ലാവർക്കും ഇല്ല, എല്ലാവർക്കും ഉള്ളതല്ല. റഹീം എന്ന അള്ളാഹുവിന്റെ ആ ഇസ്മിന് 2 ഭാഗമുണ്ട്. ഒന്ന് ശക്തമായ ഇഖാബിന്റെ ഭാഗമുണ്ട്, 2 ശക്തമായ റഹ്മത്തിന്റെ
കാരുണ്യത്തിന്റെ രണ്ട് ഭാഗം നോക്കിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ബാത്തിനുഹു ഫീഹി റഹ്മ വദാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്, അതിന്റെ അകമെന്ന് പറയുന്നത് അതിശക്തമായ കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, ഒരിക്കലും അവസാനിക്കാത്ത വാത്സല്യം നിർഗളിക്കുന്ന അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ ഉറവിടമാണ്. എന്നാൽ വദാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്, അതിന്റെ പുറംഭാഗം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ശിക്ഷയുടെ, ഒരിക്കലും അവസാനിക്കാത്ത ശക്തമായ അദാബിന്റെ, ഒരിക്കലും മോചനം ലഭിക്കാത്ത അതിഭയാനകമായ നരകശിക്ഷയുടെ ഭാഗമാണ്. അതിന്റെ ഒരു ഭാഗം പ്രിയപ്പെട്ടവരെ അർ-റഹീം, കരുണ ഒരു വിഭാഗത്തിന് മാത്രം നൽകുന്നവൻ, അർഹതപ്പെട്ടവർക്ക് മാത്രം കരുണ നൽകുന്നവൻ. പ്രിയപ്പെട്ടവരെ, നരകവാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഭയപ്പെടുത്തുന്ന ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കരുണ, അള്ളാഹുവിന്റെ വാത്സല്യം, അള്ളാഹുവിന്റെ സ്നേഹം അവരിൽ നിന്ന് തടയപ്പെട്ടു എന്നതാണ്, അവരിൽ നിന്ന് എന്നേക്കുമായി മാറ്റിവെക്കപ്പെട്ടു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സൂറത്തുൽ ഹാഖയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗിസ്ലീൻ എന്ന് പറഞ്ഞു. വലാ തുആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ ലാ യഅകുലുഹു ഇല്ലൽ ഖാതിഊൻ. എന്താണ് ഗിസ്ലീൻ? മഹാരഥന്മാരായ സ്വഹാബികൾ വിശദീകരിച്ചത്, ഗിസ്ലീൻ എന്നാൽ നരകവാസികൾ അവരുടെ ആ നരകത്തിലെ തീ കാരണം അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ചോരയും ചലവും വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്ന ദ്രാവകങ്ങളും അടങ്ങുന്ന ഒരു ചാല് നരകത്തിലുണ്ടാകുമെന്നാണ്. ഈ മനുഷ്യർ വെള്ളത്തിന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗിസ്ലീൻ എന്ന പദാർത്ഥത്തിൽ നിന്ന് എടുത്തു കൊടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. എന്തൊരവസ്ഥയായിരിക്കും. സൂറത്തുൽ വാഖിഅയിൽ 3 വിഭാഗത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. വഅസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ ഫീ സമൂമിൻ വഹമീം وظل من يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم وكانوا يقولون أإذا متنا وكنا ترابا وعظاما أإنا لمبعوثون. ആരാണ് ഇടതുപക്ഷത്തിന്റെ ആളുകളെന്ന് അങ്ങേക്കറിയുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ് സൂറത്തുൽ വാഖിഅയിൽ, വഅസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ. ആരാണ് അസ്ഹാബു ശിമാൽ? അവരെവിടെയാണ് ഉണ്ടാവുക? ഫി സമൂമിൻ വഹമീം വദുല്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം. ഒരു തണുപ്പോ ഒരു സമാധാനമോ ഒരു മാന്യതയോ തരാത്ത പുകയുടെയും കനലിന്റെയും വിഷപ്പുകയുടെയും ഉള്ളിലായിരിക്കും അവരുണ്ടാകുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم. അവരതിന്റെ മുന്നേ സുഖിക്കുന്നവരായിരുന്നു. സുബഹി നിസ്കരിക്കേണ്ട ഒരു ബേജാറുമില്ല, തഹജ്ജുദ് നിസ്കരിക്കേണ്ട ഒരു ബേജാറുമില്ല, നോമ്പെടുക്കേണ്ട ഒരു ബേജാറുമില്ല, സക്കാത്ത് കൊടുക്കേണ്ട ഒരു ബേജാറുമില്ല. എല്ലാം സുഖാണ്, എല്ലാം എളുപ്പമാണ്. ആളുകൾ ഇങ്ങനെ നിസ്കരിക്കാൻ പോകുന്നുണ്ട്, ഞാൻ എന്തിനു നിസ്കരിക്കാൻ പോകണം? ആളുകൾ ഇങ്ങനെ നോമ്പെടുക്കുന്നുണ്ട്, ഞാൻ എന്തിനു നോമ്പെടുക്കണം? ആളുകൾ ഇങ്ങനെ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, സദഖ കൊടുക്കുന്നുണ്ട്, ഞാൻ എന്തിനത് ചെയ്യണം? കൂടെയുള്ള ആളുകളൊക്കെ ഉംറക്ക് പോകുന്നുണ്ട്, ഹജ്ജിന് പോകുന്നുണ്ട്, എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ആളുകൾ ഇങ്ങനെ നന്മക്ക് വേണ്ടി പരിശ്രമിക്കുന്ന സമയം സുഖലോലുപരായി കിടന്നുറങ്ങിയവർ, സുഖലോലുപരായി സുഖിച്ചവർ, വകാനൂ യുസ്റൂന അലൽ ഹിൻസിൽ അദീം, വലിയ പാതകത്തിൽ ഒരു മനസ്താപവുമില്ലാതെ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു. വകാനൂ യഖൂലൂന അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമൻ ഇന്നാ ലമബ്ഊസൂൻ. എന്നിട്ട് അവർ ചോദിക്കുകയും ചെയ്തു, എന്താണ് ഈ ആളുകൾ പറയുന്നത്? നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് മണ്ണായി കഴിഞ്ഞിട്ട് ആ എല്ലുകളൊക്കെ വീണ്ടും പൂർവ്വരൂപത്തിലായിട്ട് വീണ്ടും എഴുന്നേറ്റ് വരെ ഭയങ്കര രസമുള്ളൊരു കഥ തന്നെ, എന്തൊരു വരവായിരിക്കും അത് എന്നൊക്കെ പറഞ്ഞ് അവർ പരിഹസിക്കുകയും ചെയ്തു. ഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമൻ ഇന്നാ ലമബ്ഊസൂൻ അവ ആബാഉനൽ അവ്വലൂൻ. ഞങ്ങളുടെ പണ്ടേതോ കാലം മരിച്ചുപോയ ഞങ്ങളുടെ പിതാക്കളും ഇതേപോലെ എഴുന്നേറ്റ് വരുമെന്നാണോ അവർ പറയുന്നത്? ആബാഉനൽ അവ്വലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി പറയാണ്, ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം ثم إنكم أيها الضالون المكذبون لآكلون من شجر من زقوم فمالئون منها البطون فشاربون عليه من الحميم
فشاربون شرب الهيم هذا نزلهم يوم الدين. അല്ലയോ അവിശ്വാസി, അറിയുക, ഇന്നൽ അവ്വലീന വല്ലാഖിരീൻ, മുൻഗാമികളാകട്ടെ പിൻഗാമികളാകട്ടെ, ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം, അറിയപ്പെടുന്നൊരു ദിവസത്തിൽ, അറിയപ്പെടുന്നൊരു സമയത്ത് അവരെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. സുമ്മ ഇന്നകും അയ്യുഹദ്ദാലൂനൽ മുകദ്ദിബൂൻ, എന്നിട്ടുണ്ടല്ലോ, അല്ലയോ നിഷേധികളെ, അല്ലയോ വഴിപിഴച്ചു പോയവരെ, സഖൂം എന്ന വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുന്നതാണ്. എന്നിട്ട് അതും പോരാതെ അത് വയറ്റിൽ നിന്ന് തിളച്ചു മറിയുന്ന സമയം തിളച്ചൊഴുകുന്ന അരുവിയിൽ നിന്ന് നിങ്ങൾ കുടിക്കുന്നതാണ്. ഏത് രീതിയിലാണ് കുടിക്കുക? ഫശാരിബൂന ശുർബൽ ഹീം, ദാഹരോഗം ബാധിച്ച ഒട്ടകം കുടിക്കുന്നത് പോലെ നിങ്ങൾ കുടിക്കുന്നതാണ്. ദാഹരോഗം ബാധിച്ച ഒട്ടകം കുടിക്കുന്നത് പോലെ എന്താ കുടിക്കുന്നത്? വായിലേക്ക് ഒഴുക്കുമ്പോ കഴുത്തുരുകി നെഞ്ചുരുകി പുറത്തേക്ക് വരുന്ന തിളച്ച ലാർവ പോലെയുള്ള പാനീയമാണ് ദാഹരോഗം പിടിവെച്ച ഒട്ടകം. അത് ആർത്തിയോടെ തണുത്ത വെള്ളം കുടിക്കുന്നത് പോലെയാണ് നരകവാസികൾ അത് കുടിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞുതരാൻ. അതിഭയാനകമായ വേദനയും അതിഭയാനകമായ പ്രയാസവും അവരാ കുടി നിർത്തും. ആ കുടി നിർത്തുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ثم صبوا فوق رأسه من عذاب الحميم ذق إنك أنت العزيز الكريم, അത് മുഖത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും, തലയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ദുഖ്, നീ ടേസ്റ്റ് ചെയ്, നീ അനുഭവിക്ക്. ഇന്നക അൻതൽ അസീസുൽ കരീം, പ്രതാപിയായിരുന്നു നീ, വലിയ മാന്യനായിരുന്നു നീ. മറ്റുള്ളവരൊക്കെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവിന്റെ മുന്നിൽ താണുകയാണ്. റബ്ബിന്റെ മുന്നിലേക്ക് പോകുമ്പോ നീ എല്ലാം തികഞ്ഞവനായിരുന്നു, നീ മാന്യനായിരുന്നു, നിന്റെ അഹങ്കാരം ഇതിനൊന്നും നിന്നെ സമ്മതിച്ചിട്ടില്ല. ദുഖ് ഇന്നക അൻതൽ അസീസുൽ കരീം, ഇതാ നിന്റെ പ്രതാപം, ഇതാ നിന്റെ മാന്യത, ഇതാ നിന്റെ അഭിമാനം, നീ ഇത് അനുഭവിക്കുക എന്ന് പറഞ്ഞ് ആ മനുഷ്യന്റെ മുഖത്തേക്ക്, തലയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഒഴിച്ചു കൊടുക്കുമെന്നാണ്. നസാഅത്തൽ ലിശവാത്ത്, തലയോട്ടികൾ ഉരുക്കിക്കളയുന്ന ആ ശിക്ഷയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ശിക്ഷ, പ്രിയപ്പെട്ടവരെ, അതിന് അന്ത്യമില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഭീകരമായ വശം. അന്ത്യമില്ല, അവസാനമില്ല. ഏതൊരു വേദനക്കും നോക്ക്, ഇന്ന് ഉംറ ചെയ്തത് പൊരി വെയിലത്താണ്, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ചെയ്യും. പക്ഷെ ആ വെയില് നമ്മൾ കൊള്ളുന്ന സമയത്തും നമ്മുടെ ഉള്ളിലൊരു സമാധാനം എന്താണ്? ഇപ്പൊ ഈ തവാഫ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, സൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് സംസം വെള്ളം കുടിക്കുക, അത് നമുക്കൊരു ആശ്വാസമാണ്. എത്ര വലിയ കഷ്ടപ്പാട്. ഇപ്പോ അങ്ങേയറ്റം എല്ലാ ഡോക്ടർമാരും ഉപേക്ഷിച്ച ഒരു ക്യാൻസർ പേഷ്യന്റ്, അയാൾക്ക് പോലും ഉള്ളിലൊരു സമാധാനം ഉണ്ട്. എന്താണ്? മരണത്തോടുകൂടി അവസാനിക്കുമല്ലോ, മരിക്കുന്നതോടുകൂടി ഈ വേദന തീരുമല്ലോ. നിങ്ങൾക്കറിയോ, ചില മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരേ ഒരു പ്രതീക്ഷ മരണം മാത്രമാണ്. അങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്നും അവസ്ഥകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും കാത്തുരക്ഷിക്കട്ടെ. അവർക്ക് ഒരേ ഒരു പ്രതീക്ഷയും ആശ്വാസവും മരണം മാത്രമായിരിക്കും. ആ ആശ്വാസം പോലും നരകവാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിച്ചു എന്നുള്ളതാണ്. ഈ നരകവാസികൾ നരകത്തിനെ കാക്കുന്ന മലക്ക് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കുന്ന രംഗം സൂറത്ത് സുഖ്റുഫിൽ അല്ലാഹു പറയുന്നുണ്ട്. വനാദൗ യാ മാലിക്, അല്ലയോ മാലിക്കേ, അല്ലയോ മാലിക്കേ. എന്താ വിളിച്ചു പറയുന്നത്? ഞങ്ങൾക്ക് വെള്ളം തരണം എന്നല്ല, ഞങ്ങളെ ഒന്ന് പരിഗണിക്കണം എന്നല്ല, ഞങ്ങളെ ഒന്ന് പുറത്തെടുക്കണം എന്നല്ല. യഖ്ദി അലൈനാ റബ്ബുക്, ഞങ്ങളുടെ റബ്ബിനോട് ഞങ്ങളുടെ കാര്യം ഒന്ന് തീരുമാനാക്കി തരാൻ പറയും, ഇതൊന്ന് തീർത്തു തരാൻ പറയും, ഒന്ന് കൊന്നു തരാൻ പറയും. ഇവിടുന്ന് മോചനമൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വെള്ളവും വേണ്ട, ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട. മലക്ക് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി ഇന്നകും മാകിസൂൻ. എന്ത് മരണം? സ്വർഗവാസികൾ സ്വർഗത്തിലേക്കും നരകവാസികൾ നരകത്തിലേക്കുമായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആടിന്റെ രൂപത്തിൽ മരണത്തെ കൊണ്ടുവന്ന് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ വെച്ച് ആ മരണത്തെ അറുത്തുകളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മരണമില്ല, ആ പ്രതീക്ഷയുമില്ല. വേദനിക്കുന്നവൻ വേദനിച്ചുകൊണ്ടേയിരിക്കും, സുഖമനുഭവിക്കുന്നവൻ സുഖമനുഭവിച്ചുകൊണ്ടേയിരിക്കും. നോക്ക്, സൂറത്ത് നിസായിൽ അല്ലാഹു പറഞ്ഞെന്തറിയോ? ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തത്തെ നിഷേധിച്ചവരെ നിങ്ങളറിയുക. സൗഫ നുസ്ലീഹിം നാറാ, നിങ്ങൾ നരകത്തിൽ കിടന്നെരിയുന്നതാണ്. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. അവരുടെ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ 3 ദിവസം വഴിദൂരം വരുന്ന അത്രയും കട്ടിയുള്ള തൊലി
ആ തൊലി പോലും ഉരുകിപ്പോകുമെന്നാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആ ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. തൊലി വീണ്ടും മാറ്റിക്കൊടുക്കും, റിന്യൂ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഓരോ തൊലി ഇങ്ങനെ കത്തുമ്പോഴും പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല തൊലി ഇങ്ങനെ മാറ്റിക്കൊടുത്തുകൊണ്ടേയിരിക്കും. തുടക്കത്തിലുള്ള വേദന എന്താണോ അതിനേക്കാൾ വേദന കൂടുന്നതല്ലാതെ, തുടക്കത്തിലുള്ള ഭയം എത്രയാണോ അതിനേക്കാൾ ഭയം കൂടുന്നതല്ലാതെ, തുടക്കത്തിലുള്ള നിരാശ എത്രയാണോ അതിനേക്കാൾ നിരാശ കൂടുന്നതല്ലാതെ വേദനയോ ഭയമോ നിരാശയോ കുറയുന്ന പ്രശ്നം നരകത്തിലില്ല പ്രിയപ്പെട്ടവരെ. യുരീദൂന അൻ യഖ്റുജൂ മിനന്നാർ വമാ ഹും ബിഖാരിജീന മിൻഹാ വലഹും അദാബും മുഖീം. അവർ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, ആ നരകത്തിൽ നിന്ന് മോചനം കിട്ടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വമാ ഹും ബിഖാരിജീന മിൻഹാ, ആ നരകത്തിൽ നിന്ന് ഒരിക്കലും അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വലഹും അദാബും മുഖീം, നിലനിൽക്കുന്ന ശിക്ഷ അവരെ കാത്തിരിക്കുന്നുണ്ട് ആ നരകത്തിൽ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരങ്ങളെ, ഈ നരകം സത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജീവിതത്തിലെ എത്ര ചെറിയ വിഷയമായാലും വലിയ വിഷയമായാലും ഒരു വട്ടം പോലും കളവ് പറഞ്ഞിട്ടില്ലെന്ന് ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്ന ഈ നരകമുണ്ടല്ലോ, ഇത് യാഥാർത്ഥ്യമാണ്, നാം കാണാൻ പോകുന്ന യാഥാർത്ഥ്യം. അല്ലാഹു പറയുന്നുണ്ടല്ലോ, ലതറവുന്നൽ ജഹീം ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. അല്ലാഹുവിന്റെ പ്രയോഗം നോക്കണം നിങ്ങൾ. അവർ നരകം കാണുക തന്നെ ചെയ്യുന്നതാണ്. ലതറവുന്നൽ ജഹീം, നരകം അവർ കാണുക തന്നെ ചെയ്യുന്നതാണ്. ثم لترونها عين اليقين, വ്യക്തമായ കണ്ണുകളോടെ സ്ഥിരതയുള്ള ബുദ്ധിയോടുകൂടി ആ നരകത്തെ അവർ നോക്കിക്കാണുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. പ്രിയപ്പെട്ടവരെ, സകല മനുഷ്യരെയും ആ നരകത്തിന്റെ ചുറ്റിലും ഇരുത്തുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ ആ നരകത്തിൽ നിന്ന് മോചനം നൽകി മാറ്റുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാ സുബ്ഹ് നമസ്കാരത്തിന്റെ ശേഷവും മഗ്രിബ് നമസ്കാരത്തിന്റെ ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹു എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് വെറുതെയല്ല. എല്ലാ തഹജ്ജുദ് നമസ്കാരങ്ങളിലും മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. അല്ലാഹുവേ, ഒരിക്കലും താങ്ങാൻ കഴിയാത്തതാണ് നരകം. ഏറ്റവും വൃത്തികെട്ട മടക്ക സ്ഥലവുമാണ്, ഏറ്റവും വൃത്തികെട്ട താമസ സ്ഥലവുമാണ്. യാ റബ്ബ്, അതിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ദുആ ചെയ്യുന്നത് വെറുതെയല്ല പ്രിയപ്പെട്ടവരെ. ഏറ്റവും ഭയാനകമായ, അല്ലാഹു സൃഷ്ടിച്ച ഏറ്റവും ഭയാനകമായ സൃഷ്ടി. നരകത്തിലേക്ക് നരകവാസികളെ മുഴുവനും ഇട്ടിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹലിം തലഅത്, നീ നിറഞ്ഞോ നരകമേ, നിനക്ക് മതിയായോ? വതഖൂലു ഹൽ മിൻ മസീദ്, അല്ലാഹുവേ ഇനിയും ബാക്കിയുണ്ടോ? ഹൽ മിൻ മസീദ്, നിന്റെ പക്കൽ ഇനിയും കൂടുതലുണ്ടോ എന്ന് അല്ലാഹുവിനോട് തിരിച്ചു ചോദിക്കുന്ന, അദാബ് നൽകുന്നതിന് വേണ്ടി ആർത്തി കാണിക്കുന്ന അല്ലാഹുവിന്റെ ഒരു പടപ്പാണ് പ്രിയപ്പെട്ടവരെ നരകമെന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ കാല നരകത്തിന്റെ മുകളിലേക്ക് വെക്കുമ്പോൾ മാത്രമാണ് അല്ലാഹുവേ എനിക്ക് മതിയായി എന്ന നരകം പറയുക. അതുവരെ അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിലേക്ക് കടന്നു പോകുന്ന ഓരോരുത്തരെയും അത് കഠിനമായി ശിക്ഷിക്കുകയും കഠിനമായി ഭയപ്പെടുത്തുകയും കഠിനമായി നിരാശപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ തഹ്രീമിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങളുടെ സ്വന്തത്തെ നിങ്ങൾ സംരക്ഷിക്കുക, വഅഹ്ലീകും, നിങ്ങളുടെ ഉമ്മമാരെ, ഉപ്പമാരെ, ഭാര്യമാരെ, മക്കളെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക, നാറ, ആ തീയിൽ നിന്ന്, വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ തീയിലെ അഗ്നിനാളങ്ങൾ അത് കൂടുതൽ ശക്തമാകുന്നത് രണ്ട് ഇന്ധനങ്ങൾ കൊണ്ടാണ്. ഒന്ന് കല്ലുകൾ കൊണ്ടാണ്, രണ്ട് മനുഷ്യരെ കൊണ്ടാണ്. ആ നരകത്തിന്റെ ഇന്ധനം അതാണ്. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, തീയിനതിര് കെട്ടുന്നതിന് വേണ്ടി അടുപ്പ് കൂട്ടാൻ മനുഷ്യൻ ഉപയോഗിച്ച അതേ കല്ലുകളാണ് നരകത്തിന്റെ തീക്ക് ഇന്ധനമാക്കി കത്തിക്കപ്പെടുക. ആ കല്ല് കത്തുന്ന നരകത്തിൽ തന്നെയാണ് 3 ദിവസത്തെ വഴിദൂരം അത്രയും കട്ടിയുള്ള തൊലിയുമായി മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിച്ചെറിയുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. അലൈഹ മലായികത്തുൻ ഗിലാദുൻ ഷിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. അതിൽ ശക്തരായ മലക്കുകളുണ്ട്. ആ മലക്കുകൾക്ക് 2 സിഫത്താണ് ഖുർആൻ പറഞ്ഞത്. ഒന്ന് ഷിദാദാണ്, 2 ഗിലാദാണ്, പരുക്കന്മാരാണ്, ശക്തന്മാരാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന്റെ യാത്ര പോയപ്പോൾ
പ്രിയപ്പെട്ടവരെ, മലക്കുകൾ മുഴുവൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചത്. എന്നാൽ നരകത്തിന്റെ കാവൽക്കാരനായി അള്ളാഹു നിശ്ചയിച്ച മലക്ക് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം ചിരിക്കാതെയാണ് പ്രവാചകനെ സ്വീകരിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിക്കുന്നുണ്ട്, ഇദ്ദേഹം എന്താണ് ചിരിക്കാത്തത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയുന്നുണ്ട്, അദ്ദേഹം സൃഷ്ടിക്കപ്പെട്ടത് ചിരിക്കാൻ വേണ്ടിയല്ല, അത് നരകത്തെ കാക്കുന്ന മലക്കാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അള്ളാഹു എന്ത് കൽപ്പിച്ചാലും ആ മലക്കുകൾ അത് പൂർത്തീകരിക്കും. എന്ത് കാര്യവും അള്ളാഹുവിനോട് അവർ അനുസരണക്കേട് കാട്ടുകയുമില്ല. പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൽ ചെന്നെത്തുക എന്നതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം. പക്ഷേ നമുക്ക് സമാധാനം തരുന്ന മറ്റൊരു വാർത്ത എന്താണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നരകവാസികളിൽ ഇടപെടുന്ന രംഗമുണ്ട്. ഒന്നും രണ്ടും മൂന്നും തവണ നരകവാസികളിൽ നിന്ന് ചിലരെ അള്ളാഹു മോചിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരേ ഒരു മാനദണ്ഡം. ആ മാനദണ്ഡം ഏതാ അറിയാം നിങ്ങൾക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്ന് സാക്ഷ്യം വഹിച്ച മാനദണ്ഡം, തൗഹീദ് എന്ന മാനദണ്ഡം. ആ മാനദണ്ഡം ഉപയോഗിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകവാസികളിൽ പലർക്കും മോചനം കൊടുക്കും. അതിന്റെ അപ്പുറത്തേക്ക് ഒരു മാനദണ്ഡവുമില്ല. പ്രിയപ്പെട്ടവരെ, നോക്ക് നിങ്ങൾ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു മനുഷ്യന് വിദൂരമായ പ്രതീക്ഷയെങ്കിലും ഉണ്ടെങ്കിൽ ആ വിദൂരമായ പ്രതീക്ഷ തൗഹീദാണ്. അതുകൊണ്ടാണ് തൗഹീദിന്റെ വിഷയത്തിൽ അമാന്തം കാണിക്കരുത് എന്ന് ആവർത്തിച്ച് പറയപ്പെടുന്നത്. ഏറ്റവും വലിയ കള്ളു കുടിക്കുന്ന ഒരു മനുഷ്യൻ, അയാളെ നമ്മൾ ഉപദേശിച്ച് നന്നാക്കണം. വ്യഭിചരിക്കുന്ന ഒരു മനുഷ്യൻ, അയാളെ നമ്മൾ ഉപദേശിച്ച് നന്നാക്കണം. പക്ഷെ അതിനേക്കാളൊക്കെ മുന്നേ നമ്മൾ ഉപദേശിച്ച് നന്നാക്കേണ്ടത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെയാണ്, അള്ളാഹു അല്ലാത്തവരോട് തേടുന്ന ഒരു മനുഷ്യനെയാണ്. കാരണം ആ മനുഷ്യൻ ആ രൂപത്തിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടാൽ അയാൾക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല. വിദൂരമായ പ്രതീക്ഷ പോലെ അയാൾ കാലാകാലം, അറ്റമില്ലാത്ത കാലം അയാൾ നരകത്തിൽ കടക്കാൻ പോവാൻ. ആ ഒരു ദുരന്തത്തിൽ നിന്ന് നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 കൊല്ലക്കാലം 23 വർഷമാണ് നുബുവത്തിന്റെ ദഅവത്തിന്റെ കാലഘട്ടം. 13 കൊല്ലവും പകുതിയിൽ കൂടുതലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിലവഴിച്ചത് പ്രിയപ്പെട്ടവർ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ലാത്തനെ ഒഴിവാക്കുന്നത് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഉസ്സനെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എത്ര ആയത്തുകളാണ് പരിശുദ്ധ ഖുർആനിൽ പ്രിയപ്പെട്ടവരെ. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം തരാത്ത, അള്ളാഹുവിന് പുറമെയുള്ളവരെ വിളിച്ചു തേടുന്നവനേക്കാൾ വഴിപിഴച്ചു പോയവൻ ആരാണുള്ളത് എന്ന എത്ര രംഗങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടുള്ളത്. എന്തിനാണത്? ഈ ഒരു പാപത്തിന്റെ ഗൗരവം അറിയുന്നതിന് വേണ്ടിയാണ്. തൗഹീദ് ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ചെയ്തുപോയ പാപത്തിന്റെ ശിക്ഷകൾ അനുഭവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവസാനം നരകത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന ഒരു മനുഷ്യന്റെ കഥ അല്ലാഹുവിന്റെ റസൂൽ രസകരമായ രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരും മോചിപ്പിക്കപ്പെടേണ്ടവരെല്ലാം മോചിപ്പിക്കപ്പെട്ടു, ഒരാൾ മാത്രം നരകത്തിൽ ബാക്കി. പക്ഷെ നരകം കാലിയായിട്ടില്ല. അതാലോചിക്കണം നിങ്ങൾ. എല്ലാവർക്കും മോചനം നൽകപ്പെടേണ്ടവർക്കെല്ലാം മോചനം നൽകി. ഇനി ഒരാൾ മാത്രമേ നരകത്തിൽ ബാക്കിയുള്ളൂ മോചനം നൽകപ്പെടാൻ. വലിയ കുറ്റവാളിയായിരിക്കും, പക്ഷെ അയാൾക്ക് തൗഹീദ് ഉണ്ട്. അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് എടുക്കാൻ. അപ്പോഴും ആ നരകത്തിൽ ആളുകൾ ബാക്കിയുണ്ട്. അപ്പോഴും ആ നരകത്തിൽ മനുഷ്യന്മാര് ബാക്കിയുണ്ട്. അവർക്ക് പ്രതീക്ഷയുടെ വിദൂരതയിലുള്ള പ്രതീക്ഷ പോലും അവർക്കില്ല. സഹോദരങ്ങളെ, ഈ മനുഷ്യനെ അല്ലാഹു നരകത്തിന്റെ പുറത്തേക്കെടുത്ത് നരകത്തിൽ നിന്ന് രക്ഷിച്ച് ആ ജീവന്റെ നദിയിൽ മുക്കിയെടുത്ത് ആ മനുഷ്യനെ മനുഷ്യക്കോലത്തിലേക്ക് മാറ്റിക്കഴിയുമ്പോൾ ആ മനുഷ്യൻ അല്ലാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, റബ്ബേ, യുഗങ്ങളായി വെള്ളം കുടിച്ചിട്ട്, യുഗങ്ങളായി തൊണ്ട നനച്ചിട്ട്, യുഗങ്ങളായി നിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചിട്ട് ആ മരത്തിന്റെ അടുത്തേക്ക് നീ എന്നെ അടുപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ കായ്ക്കരി ഭക്ഷിച്ച് അതിന്റെ നീര് കുടിച്ച് ഞാൻ കാലം കഴിച്ചോളാം. നീണ്ട ഹദീസാണ്. അങ്ങനെ ആ മനുഷ്യൻ ആവശ്യം പറഞ്ഞ് അവസാനം സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്തേക്ക് വരെ എത്തുന്നുണ്ട്. അങ്ങനെ ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഈ ദുനിയാവിൽ ഒരു രാജാവിനുള്ളതും അതിനേക്കാൾ 10 ഇരട്ടിയും അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതൊരു വശമാണ്. പക്ഷേ മറ്റേ വശം എന്താണ് പ്രിയപ്പെട്ടവരെ? ആ നരകത്തിലുള്ളവർ കാലാകാലം ആ നരകത്തിലാണ്. ആ നരകത്തിലുള്ളവർ അല്ലാഹുവിനെ വിളിക്കും, പടച്ചോനെ വിളിക്കും, റബ്ബന അബ്സുർന ഫസമിഅന ഫർജിഅന നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. അല്ലാഹുവേ, ഞങ്ങളൊന്ന് നോക്കണേ, ഞങ്ങളെ ഒന്ന് കേൾക്കണേ, ഞങ്ങളെ ഒന്ന് പരിഗണിക്കണേ, ഞങ്ങൾക്കൊരു അവസരം കൂടി തരണേ, ഞങ്ങൾ തിരിച്ചുപോയി നല്ല കാര്യങ്ങൾ ചെയ്തോളാം, ഞങ്ങൾ പശ്ചാത്തപിച്ചോളാം. അല്ലാഹുവിന്റെ മറുപടി എന്താ അറിയോ? ഫദൂഖു ബിമാ നസീതും ലിഖാ യൗമികും ഹാദാ ഇന്നാ നസീനാകും വദൂഖു അദാബൽ ഖുൽദി ബിമാ കുൻതും തഅമലൂൻ. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു മറുപടിയാണത്.
വല്ലാത്തൊരു മറുപടിയാണത്. ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ, ഈ ദിവസത്തെ നിങ്ങൾ മറന്നതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക. എന്നിട്ട് അല്ലാഹു പറയാൻ, ഇന്നാ നസീനാക്കും, ഞാനിതാ നിങ്ങൾ മറക്കാൻ. ഇന്നാ നസീനാക്കും, ഞാനിതാ നിങ്ങൾ മറക്കാൻ. നിങ്ങൾക്ക് എന്റെ ഒരു തൃപ്തിയുമില്ല, നിങ്ങൾക്ക് എന്റെ ഒരു പരിഗണനയുമില്ല. ഫദൂഖൂ അദാബൽ ഖുൽദി ബിമാ കുൻതും തഅമലൂൻ, അനശ്വരതയുടെ ശിക്ഷ അനുഭവിച്ച നിങ്ങൾ ഈ നരകത്തിൽ കഴിഞ്ഞുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയാൻ. എന്നാൽ സ്വർഗ്ഗവാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റുഅയത്ത് കൊടുക്കാൻ, അവന്റെ ദാത്തിനെ കാണാനുള്ള അവസരം കൊടുക്കാൻ. അവരെ കണ്ടിട്ട് അല്ലാഹു അവരോട് പറയാൻ, എന്റെ അടിമകളെ, ഞാനിതാ നിങ്ങളോട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്റെ തൃപ്തി, എന്റെ ഇഷ്ടം ഞാനിതാ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇനി ഞാൻ ഒരിക്കലും നിങ്ങളോട് കോപിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. പൂർണ്ണ നിലാവുള്ള ദിവസം നാടിന്റെ നാനാഭാഗത്തു നിന്നും ആ ചന്ദ്രനെ ഒരു പ്രയാസവുമില്ലാതെ നോക്കിക്കാണുന്നത് പോലെ സഹോദരങ്ങളെ, അല്ലാഹുവിനെ സ്വർഗവാസികൾ മുഴുവൻ നോക്കിക്കാണുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത്. ലഹും മാ യശാഊന ഫീഹാ വലദൈന മസീദ്, സ്വർഗത്തിൽ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് അവിടെയുണ്ട്. വലദൈന മസീദ്, അതിനേക്കാൾ കൂടുതൽ അവിടെയുണ്ട്. അതിനേക്കാൾ കൂടുതൽ എന്താണെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന്റെ റുഅയത്താണ്, അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യമാണ്. നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിച്ച ആ റബ്ബിനെ കാണാനുള്ള ഭാഗ്യം അത് ആർക്കാ കിട്ടാന്നറിയോ? കാണാത്ത സമയത്ത് യാ അല്ലാ എന്ന് വിളിച്ചാൽ ഉത്തരം കേൾക്കാത്ത സമയത്ത്. നമ്മളിപ്പോ എത്ര വേദനിച്ച് യാ അല്ലാ എന്ന് വിളിച്ചാലും അള്ളാഹുവിന്റെ ഉത്തരം നമ്മൾ കേൾക്കൂല. അള്ളാഹുവിന്റെ ഉത്തരം, അള്ളാഹിനെ കാണാൻ നമുക്ക് കഴിയില്ല. പക്ഷേ നമ്മൾ അള്ളാഹുവിനെ വിളിക്കുന്നു, നമ്മൾ അള്ളാഹുവിനോട് തേടുന്നു. യാ അല്ലാ എന്ന് വിളിക്കുമ്പോൾ അല്ല മറുപടി പറയുന്നുണ്ട്, യാ അബ്ദീ എന്നുള്ള വിളിക്കുന്നുണ്ട്. പക്ഷേ അത് കേൾക്കാനുള്ള ത്രാണി നമ്മുടെ ചെവിക്കില്ല, അതിനുള്ള കഴിവ് നമ്മുടെ ചെവിക്കില്ല, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കില്ല. പക്ഷേ ആ അള്ളാഹുവിനെ ഗൈബിൽ ഇഷ്ടപ്പെടുകയും അവനെ സ്നേഹിക്കുകയും വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി, അള്ളാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്, അള്ളാഹുവിനെ അദൃശ്യമായ രീതിയിൽ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിനെ അദൃശ്യമായ രീതിയിൽ സ്നേഹിക്കുകയും ചെയ്ത മനുഷ്യരുടെ മുന്നിലേക്ക് അള്ളാഹു ദൃശ്യമാവുകയാണ്, അള്ളാഹു പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ആഗ്രഹം നിങ്ങൾക്ക് ബാക്കി കിടക്കുന്നുണ്ടോ? എന്തെങ്കിലും ഇനി നിങ്ങൾക്ക് കിട്ടാനുണ്ടോ? ആലോചിച്ചോക്ക് പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ഭാഗ്യാണത്. മാലിക്കുൽ മുലൂക്കായ, ഖാലിഖുൽ മഖ്ലൂഖായ, ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് വന്നിട്ട് സ്വർഗ്ഗവാസികളോട് ചോദിക്കാൻ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുണ്ടോ? സ്വർഗ്ഗവാസികളുടെ മറുപടി എന്താ അറിയോ? അല്ലാഹുവേ, ഇനി എന്ത് കിട്ടാനാണ്? ഇനി എന്ത് കിട്ടാനാണ്? ഇതിനേക്കാൾ വലിയ അനുഗ്രഹം ഇനി എന്ത് കിട്ടാനാണ് റബ്ബേ? എന്ത് നേടിയെടുക്കാനാണ് റബ്ബേ? ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആ വലിയ, ഏറ്റവും വലിയ അനുഭൂതി അവർക്ക് നൽകുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അല്ലാഹു അവരോട് നേരിട്ട് സംസാരിക്കും. ആ റബ്ബിനെ കാണാതെ സുജൂദ് ചെയ്ത, ആ റബ്ബിനെ കാണാതെ റുക്കൂ ചെയ്ത ആ മനുഷ്യർക്ക് ആ റബ്ബിനെ കണ്ടുകൊണ്ട് റുക്കൂ ചെയ്യാൻ, ആ റബ്ബിനെ കണ്ടുകൊണ്ട് സുജൂദ് ചെയ്യാനുള്ള അവസരം റഹ്മാൻ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരുക്കി കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗ്യം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അദൃശ്യമായ രീതിയിൽ അല്ലാഹുവിനെ ഭയക്കുക. നമ്മൾ അല്ലാഹുവിനെ കാണുന്നില്ല, നമ്മൾ സ്വർഗം കാണുന്നില്ല, നമ്മൾ നരകം കാണുന്നില്ല. പക്ഷെ കാണുന്നത് പോലെ വിശ്വസിക്കാൻ കഴിയണം. അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എന്താ അറിയോ? അവൻ താഴ്മയുള്ളവന്. ഇപ്പൊ നോക്കിങ്ങൾ, ഈ നരകത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു ഈർഷ്യത തോന്നും. എന്താ ഈ പറയുന്നത്? 40 മുഴം കട്ടി വരുന്ന തൊലിയോ, 3 ദിവസം സഞ്ചരിക്കാൻ ദൂരമുള്ള ശരീരമോ? പക്ഷെ ഒരു വിശ്വാസി, അത് വിശ്വസിക്കാനുള്ള താഴ്മ ഒരു വിശ്വാസിയുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് അള്ളാഹു അവന്റെ മുന്നിൽ ദൃശ്യമാകുന്നത്. അത് വിശ്വസിക്കാനുള്ള ഒരു തവാദോ അവനുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് തൃപ്തിപ്പെടുന്നത്, അള്ളാഹുവിന്റെ വജുഹും റിളയും അവന് നൽകുന്നത്. അതുകൊണ്ട് ഹൃദയം വിശാലാക്കുക. ഫമയ്യുരിദില്ലാഹു അയ്യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ-ഇസ്ലാം. വലിയ അർത്ഥങ്ങളുള്ള വാക്കാണത്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇസ്ലാമിന് വേണ്ടി അവന്റെ ഹൃദയത്തെ അവൻ വിശാലമാക്കി കൊടുക്കുന്നു. ഇസ്ലാമിന് വേണ്ടി ഹൃദയത്തെ വിശാലമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഖുർആനും ഹദീസും ഒരു കാര്യം പറഞ്ഞാൽ സമിഅനാ വ ആമന്നാ, അള്ളാഹുവേ ഞങ്ങൾ കേട്ടു, ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങളുടെ ബുദ്ധിയോ, ഞങ്ങളുടെ അറിവോ, ഞങ്ങളുടെ ശാസ്ത്രമോ, ഞങ്ങൾ വായിച്ച് പഠിച്ച് ഗവേഷണം ചെയ്ത് മനസ്സിലാക്കിയ ഞങ്ങളുടെ വിവരങ്ങളോ ഒന്നും റബ്ബേ നിന്റെ വാക്കുകൾ വിശ്വസിക്കുന്നതിന് തടസ്സമല്ല, നിന്റെ പ്രവാചകന്റെ വചനങ്ങൾ വിശ്വസിക്കുന്നതിന് തടസ്സമല്ല എന്ന പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ഈമാൻ.
ആ ഈമാൻ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. നരകത്തെ കാണാതെ ഭയക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിരീക്ഷിക്കും. സ്വർഗ്ഗത്തെ കാണാതെ ഇഷ്ടപ്പെടുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. യാ അല്ലാഹ്, ഞങ്ങളുടെ കർമ്മങ്ങൾ എത്രയോ അപര്യാപ്തമാണ് റബ്ബെ നിന്റെ സ്വർഗ്ഗം നേടിയെടുക്കാൻ. അല്ലാഹു, ഞങ്ങളുടെ തൗബയും ഞങ്ങളുടെ കർമ്മങ്ങളുമെല്ലാം നരകവാദികളിൽ നിന്ന് രക്ഷപ്പെടാനും അപര്യാപ്തമാണ് റബ്ബെ. അല്ലാഹുവെ, നിന്റെ കരുണ കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ നരകത്തിൽ നിരീക്ഷിക്കണേ അല്ലാ. സ്വർഗ്ഗപ്രവേശനം നൽകണേ അല്ലാ. അല്ലാഹുവെ, മരിക്കുന്ന സമയം നിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിന്റെ കലിമത്ത് നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവെ, നിന്റെ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും കൂടെ സ്വർഗ്ഗത്തിൽ ഏറ്റവും ഉയർന്ന ദറജയിലെത്താനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള സന്നദ്ധത നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കളിവിനോദങ്ങളുടെ ദിവസമാണ്. നിന്റെ സ്മരണ വിട്ടുകൊണ്ട് അല്ലാഹുവേ, നിന്റെ ഓർമ്മ വിട്ടുകൊണ്ട് അതിൽ മുങ്ങിനീരുന്ന ഭാഗ്യം കെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. അതുകൂടി ഓർമ്മിപ്പിക്കാണ് സഹോദരന്മാരെ. കളി കാണലും വിനോദത്തിൽ ഏർപ്പെടലുമെല്ലാം അനുവാദമുള്ള വിഷയമാണ്. അതൊന്നും ഹറാമാണെന്ന് ആരും പറയുന്നില്ല. പക്ഷേ റിജാലുല്ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാ വഇതാഇസ് സക്കാ. നിങ്ങൾ എത്ര കളി കണ്ടു കഴിഞ്ഞാലും, ഏതൊക്കെ കച്ചവടത്തിലും ഏർപ്പാടുകളിലും ഏർപ്പെട്ട് കഴിഞ്ഞാലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് വിട്ടുപോകരുത് പ്രിയപ്പെട്ടവരെ. ഒരു മുസ്ലിമിന് നിരക്കാത്ത പണികൾ, ഒരു മുസ്ലിമിന് നിരക്കാത്ത ആഘോഷങ്ങൾ, ഒരു മുസ്ലിമിന് നിരക്കാത്ത പന്തയങ്ങൾ, ഒരു മുസ്ലിമിന് നിരക്കാത്ത ആർക്കോ വേണ്ടിയുള്ള പരസ്പരം തെറിവിളികളും ശത്രുതയും ആലാപത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് പ്രിയപ്പെട്ടവരെ. ഓർക്കുക, നമ്മൾ വിശ്വാസികളാണ്, സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവരാണ്. അതിനനുസരിച്ചാവണം ലോകകപ്പ് തുടങ്ങിയ ഈ ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിൽ നമ്മുടെ നിലപാടുകളും നമ്മുടെ കർമ്മങ്ങളും അതിനനുസരിച്ചാവണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബ്